കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ ഒരു മൃതദേഹം കൂടി കണ്ടെടുത്തു. തൊഴിലാളിയായ വിക്രം റാണയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഇനി മറ്റാരെയും കണ്ടെത്താനില്ല എന്നാണ് നിഗമനം. 6ാം ദിവസത്തിലെ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തെരച്ചിലിന്റെ ഭാഗമായി മീനാക്ഷി പാലത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. വയനാട് മേപ്പാടി കള്ളാടിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ ഇന്ന് ഒരു മൃതദേഹം കൂടി ലഭിച്ചിരിക്കുകയാണ്. അല്പം മുമ്പാണ് ഒരു മൃതദേഹം ലഭിച്ചത്. ഇത് കാണാതായ ഹിമാചൽ പ്രദേശ് സ്വദേശി വിക്രം റാണയുടേതാണെന്ന് തന്നെ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 6 ദിവസമായി ഈ മൃതദേഹങ്ങൾക്കുള്ള തെരച്ചിലായിരുന്നു. ഇന്നലെ ഒരു മൃതദേഹവും കണ്ടെത്താനായില്ല. ആ വിക്രം റാണ കൂടിയാണ് കിട്ടാനുണ്ടായിരുന്നത്, അതായത് ഈ കണക്കിൽ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനുള്ള തെരച്ചിൽ ഇന്ന് രാവിലെ ആരംഭിച്ചത്. എല്ലാ സന്നാഹങ്ങളോടെയായിരുന്നു ഇന്ന് തെരച്ചിൽ. പല ഭാഗങ്ങളിലേക്കായി ഓരോ ടീമുകളായിട്ടാണ് ഇന്ന് തെരച്ചിൽ നടത്തിയത്. കള്ളാടിപ്പാലത്തിന് ഏതാണ്ട് ഒരു 200 മീറ്റർ അകലെ ഒരു തകർന്ന വീടിനടുത്തായിട്ടാണ് ഇപ്പോൾ ഈ മൃതദേഹം ലഭിച്ചത്. ഈ സന്നദ്ധ സംഘടനകളടക്കം ഇന്നത്തെ ഈ തെരച്ചിൽ നടന്നിരുന്നു. അല്ലെങ്കിൽ അവിടെ ഇന്ന് ഗതാഗത നിയന്ത്രണം ഒക്കെ ഏർപ്പെടുത്തിക്കൊണ്ടായിരുന്നു തെരച്ചിൽ. എന്തായാലും ഈ ഒരു മൃതദേഹം കൂടി ലഭിച്ചിരിക്കുകയാണ്. ഇതുവരെ മരിച്ചത് 8 പേരോളമാണ് എന്നുള്ളത് ഇപ്പോൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഒരുപക്ഷെ മറ്റുള്ളവരാരും ഒരു പരാതിയോ അല്ലെങ്കിൽ അത്തരത്തിലൊന്നും വരാത്തത് കൊണ്ട് തന്നെ തുടർന്ന് തിരച്ചിൽ നിർത്താനാണ് സാധ്യത. പക്ഷെ അത് നമുക്ക് സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും ഇദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള തയ്യാറെടുപ്പുകളാണ് അവിടെ നടക്കുന്നത്. എന്തായാലും വയനാട്ടിൽ ഈ കഴിഞ്ഞ ഒരു 6 ദിവസമായി ഈ ഒരു മൃതദേഹത്തിനായുള്ള തെരച്ചിലും അല്ലെങ്കിൽ നിരവധി ആളുകൾ ഈ ഭാഗത്തേക്ക് എത്തുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും ഇതോടെ ഇനി കൂടുതൽ ആളുകളില്ല എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് അധികൃതരും ഉള്ളത്. ഈ വിക്രം റാണയുടെ ബന്ധുക്കൾ എല്ലാവരും തന്നെ ഇവിടെ സ്ഥലത്ത് കുറെ ദിവസമായിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ന് ഈ മൃതദേഹം ഇവിടെ നിന്നും കോഴിക്കോട് കൊണ്ടുപോയി അവിടുന്ന് എംബാം ചെയ്ത് നാട്ടിലേക്ക് അയക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാവുക എന്നാണ് ഇപ്പൊ നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസം നടത്തിയ തിരച്ചിലുകളെല്ലാം വിഫലമായില്ല. അല്ലെങ്കിൽ ഇതുവരെയുള്ള ഈ പറഞ്ഞ ഏതാണ്ട് ആളുകൾ അല്ലെങ്കിൽ കാണാതായി എന്ന് പറഞ്ഞ ആളുകളെല്ലാം തന്നെ ഇപ്പൊ കിട്ടിയെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.